അതുപോലെ തീപ്പെട്ടിയൊക്കെ തണുത്തിരിക്കുകയാണെങ്കിൽ കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഇതേപോലെ വാസലിൻ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം ആ തീപ്പെട്ടിക്കൊള്ളിയുടെ തുമ്പത്ത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്വല്പം മാത്രം ആ തീപ്പെട്ടിക്കൊള്ളിയുടെ തുമ്പത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര തണുത്താലും പെട്ടെന്ന് നമുക്ക് ഇതേപോലെ കത്തിക്കിട്ടും. കണ്ടോ, നമുക്ക് ഇതേപോലെ തണുത്ത് കിടക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തീപ്പെട്ടി കത്തിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ കയ്യിൽ ഇതേപോലെ ഓരോന്നൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ അഴുക്ക് പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ അത് ക്ലീനായി കിട്ടുന്നത് ഒരു സാധനമാണ് വിനാഗിരി. അപ്പോൾ വിനാഗിരി കുറച്ച് നമ്മുടെ കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ടവലോ അതിനകത്ത് കുറച്ചൊന്ന് കുടഞ്ഞിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതുമാത്രമല്ല, നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്ന ഇതേപോലത്തെ ടിന്നുണ്ടെങ്കിൽ ബൂസ്റ്റ്, പഞ്ചസാര, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിലൊക്കെ ഉറുമ്പൊക്കെ കയറുകയാണെങ്കിൽ ഇതേപോലെ വിനാഗിരി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പം ആ ഉറുമ്പിൻ്റെയും ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പം പഞ്ചസാരയും അതേപോലെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നിനകത്തൊക്കെ ഉറുമ്പ് കയറുമല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ ഇതേപോലെ കുറച്ച് വിനാഗിരി ഒന്ന് തളിച്ചിട്ട് ഇതേപോലെ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് എത്ര പിന്നെ തുറന്ന് ഇരുന്നാൽ പോലും ഉറുമ്പിൻ്റെ ശല്യം കാണത്തില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ തീർന്ന സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വിജാഗിരിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം വിജാഗിരിയൊക്കെ കുറേ നാളാകുമ്പോഴത്തേന് തുരുമ്പിക്കും. അപ്പം അടയുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ നമ്മൾ തുറക്കുകയടക്കുകയും ചെയ്യുമ്പോഴത്തേനും ഓരോ ശബ്ദം കേൾക്കും അതിനകത്തുനിന്ന്. കാരണം നല്ല രീതിയിൽ തുറക്കാൻ പറ്റാത്ത ഒരു ഇതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇതേപോലെ സോപ്പൊന്ന് തേച്ച് കൊടുത്താൽ മതി.